ചെമ്പനിപ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ശ്രുതിയുടെ മലേഷ്യ ഇളയച്ചിന്റെ കഥ പൊട്ടിപ്പൊളിഞ്ഞു പോവുകയാണ്. ബീരാൻ സച്ചിയുടെയും അതുപോലെ തന്നെ രേവതിയുടെയും കൺമുമ്പിൽ പെടുവാണ്. ബീരാന് സത്യങ്ങളെല്ലാം സച്ചിയുടെ അടുത്ത് രേവതിയുടെ അടുത്തും തുറന്നു പറയേണ്ടി വരികയാണ്. ബീരാനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയും അവിടെ വെച്ചിട്ട് ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ സച്ചി പൊളിച്ചടക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ബീരാൻ ഒരുപാട് നേരം ആരും കാണരുതെന്ന് വിചാരിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ബീരാൻ ആ മണ്ഡപത്തിലേക്ക് കയറാൻ വേണ്ടി മടിച്ചു നിൽക്കുകയാണ്. കാരണം സച്ചി രേവതി ഒന്നും പോയിട്ടില്ല എന്നുള്ള കാര്യം ബീരാൻ അറിയാലോ. പക്ഷെ ബീരാനാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു പയ്യൻ വലിച്ചു കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ബീരാനാണെങ്കിൽ മാക്സിമം ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചിയും രേവതിയും അവനെ കാണുന്നുണ്ട്. രേവതിയാണ് ആദ്യം ബീരാനെ കാണുന്നത്. ഇത് സച്ചിട്ട നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനല്ലേ എന്ന് പറഞ്ഞ് സച്ചിക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് സച്ചി ആ രംഗം കാണുന്നത്. രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഇളയച്ചൻ എന്താ ഇവിടെ എന്നുള്ള മട്ടിലാണ് സച്ചി രേവതിയും കൂടി ചേർന്നിട്ട് അരികിലേക്ക് ചെല്ലുന്നത്. ചെന്ന ഉടനെ തന്നെ അശോകൻ പറയുന്നുണ്ട്, സച്ചി നിങ്ങളെ പരിചയപ്പെടണമെന്ന് ഇദ്ദേഹം കല്യാണത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റിയില്ലല്ലോ. ഇത് ബീരാൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം വെബിന്റെ മാമനാണെന്ന് പറയാണ് കേട്ടോ, അമ്മയുടെ ആങ്ങള. 20 വർഷമായിട്ട് ഇയാള് ഇറച്ചിക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും സ്ഥലത്തിന്റെ പേരും കൂടി പറഞ്ഞിട്ടാണ് കേട്ടോ. കട എവിടെയാന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടാണ് ഇറച്ചിക്കട നടത്തുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞത്. പിന്നെ ഇദ്ദേഹം ചെറിയൊരു അഭിനേതാവും കൂടിയാണ്. ഒരുപാട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ആദ്യം അഭിനയിച്ച നാടകത്തിലെ പേരാണ് ബീരാൻ എന്ന കഥാപാത്രം. ഇദ്ദേഹം ഇപ്പൊ അറിയപ്പെടുന്നതും ആ കഥാപാത്രത്തിന്റെ പേരിൽ തന്നെയാണ്. ഇദ്ദേഹമാണ് കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ട് ചെയ്തത്. എന്തിന് ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ വരെ ഇദ്ദേഹം ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഇറച്ചിക്കടയുണ്ടല്ലോ, അവരുടെ ഏരിയയിൽ ഭയങ്കര ഫേമസ് ആണ്. അത് മാത്രമല്ല ഇദ്ദേഹമാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കടയും അതുപോലെ വീടും വിട്ടിട്ട് വേറെ എങ്ങോട്ടേക്കും പോവില്ല. ഇദ്ദേഹത്തിന്റെ വീട്ടുകാർ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വിളിച്ചാൽ കൂടി ഇദ്ദേഹം എങ്ങോട്ടേക്കും പോവില്ല. അതിനെന്താ അങ്കിളെ ഞാന് പറഞ്ഞു വിട്ടോളാം എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ, കളിയാക്കുന്ന രീതിയിൽ. സച്ചി ഈ വിവാഹത്തില് നിങ്ങൾ രണ്ടുപേരും ഏത് രീതിയിലാണോ ചെയ്തത് അതുപോലെ തന്നെ വരന്റെ സൈഡിൽ നിന്ന് ഇദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. നല്ലൊരു മനുഷ്യനാണ്. നീ തന്നെ അവരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും. ഒരു കളങ്കവും ഇല്ലാത്ത മനുഷ്യനാണെന്നൊക്കെ പറയുമ്പോഴേക്ക് സച്ചി രേവതി ഇങ്ങനെ ഓഹോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. നിങ്ങളെ പരിചയപ്പെടണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് നടന്നതെന്നൊക്കെ പറയണേ. അതിനെന്താ, ഇനി അങ്ങോട്ട് എപ്പോഴും പരിചയപ്പെടാലോ. ഇദ്ദേഹം നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ആളാണല്ലോ. ഇദ്ദേഹത്തിന്റെ ഇളയച്ചൻ കഥാപാത്രം ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അതെ, അത് ശരിയാണ് രേവതി. ഇദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതെ അതെ സച്ചേട്ടാ, എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അതിനെന്താ, വാ നമുക്ക് അദ്ദേഹത്തിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാ എന്ന് പറഞ്ഞ് ബീരാനെ കൂട്ടിയിട്ട് സച്ചി രേവതിയും കൂടി നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ അവരുടെ അടുത്ത് സത്യങ്ങളെല്ലാം ബീരാൻ തുറന്നു പറയുന്നുണ്ട്. വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത്. ചന്ദ്രമതിയും അതുപോലെ തന്നെ രവിയും കൂടി ചേർന്നിട്ട് കല്യാണത്തിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. കല്യാണം എന്തായാലും നന്നായിട്ട് നടന്നല്ലോ. അത് മാത്രമല്ല അവര് നല്ല കുടുംബക്കാരാണ്, നല്ല സ്വഭാവമാണെന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ രവി സംസാരിക്കുന്നത്. പക്ഷെ എങ്കിലും അവര് അത്ര കഴിവുള്ള ആൾക്കാരൊന്നുമല്ല. കുറച്ച് പണക്കാരായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അവർക്കും കുറച്ച് അഭിമാനമുള്ള കാര്യം തന്നെയല്ലേ. പണം ഉണ്ടെങ്കിൽ മാത്രമേ ചന്ദ്ര അത് അവർക്കും കുറച്ച് അന്തസ്സുള്ള കാര്യമായിരിക്കുമല്ലോ. പണം നോക്കിയിട്ടാണോ ഒരാളുടെ അന്തസ്സും ഇതൊക്കെ തീരുമാനിക്കുന്നത്. നല്ല സ്വഭാവമായിരുന്നാ മതി എന്നുള്ള കാര്യം രവി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ കാര്യമൊന്നും എടുത്തു നോക്ക്. വർഷ നല്ല പണക്കാര വീട്ടിലെ പെണ്ണാണ്. പിന്നെ ശ്രുതിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അവളുടെ അച്ഛനാണെങ്കിൽ മലേഷ്യയിൽ ബിസിനസ് ഒക്കെ നടക്കുന്ന ഭയങ്കര കോടീശ്വരൻ. അത് നമുക്ക് അഭിമാനമുള്ള കാര്യമല്ലേ. അത് നിനക്ക് അഭിമാനമുള്ള കാര്യം എന്ന് പറ ചന്ദ്രേ. അല്ലെങ്കിലും നിങ്ങൾ ഇതൊന്നും സമ്മതിച്ചു തരില്ലല്ലോ. ഞാനാണല്ലോ വലിയ പണക്കാര വീട്ടിലെ പെൺകുട്ടികളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ആ പൂക്കാരിയല്ലേ. ചന്ദ്രേ, നീ വീണ്ടും തുടങ്ങിയോ ഇങ്ങനെ മറ്റുള്ളവരെ കാശും പണത്തിന്റെ പേരില് വേർതിരിച്ച് കാണരുതെന്ന് എത്ര തവണ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ. ഈ കാശ് പണം എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് ഇന്ന് വരും നാളെ പോകും. പക്ഷെ നല്ല മനസ്സുണ്ടല്ലോ, അത് എന്നും നിലനിൽക്കും. അതുകൊണ്ട് തന്നെ രേവതിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് അഭിമാനമുള്ള കാര്യം തന്നെയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കുരുവി എത്ര ദൂരം പറക്കും. ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന ശ്രുതിയുടെ മുമ്പിൽ രേവതിക്ക് നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി രേവതിയും കൂടി ചേർന്നിട്ട് ബീരാനെയും കൂട്ടി വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അച്ഛാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എവിടെ പോയി പൗഡർ എടുത്തി, എവിടെ ശ്രുതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരെയും വിളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ശ്രീകാന്ത് വർഷ എവിടെയെന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും രേവതി ആണെങ്കിൽ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, അവർ രണ്ടുപേരും റിസോർട്ടിലേക്ക് പോയില്ലേ. ഓ ശരിയാണല്ലേ, ഞാനതങ്ങ് മറന്നുപോയി. ഒരു വലിയ സീൻ അവർ മിസ്സായി. കുഴപ്പമില്ല, അവർ വരുന്ന സമയത്ത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അപ്പോഴേക്കും ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് കടയിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് കിടക്കുമായിരുന്നു. നീ എന്തിനാടാ
വിളിച്ചെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. നിനക്കൊന്നും വേറെ പണിയില്ലടാ, അവൻ വെറുതെ എന്തെങ്കിലും പറയാൻ വേണ്ടിട്ടായിരിക്കും, നീ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ നോക്കടാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ചന്ദ്രൻ നിക്ക്, അവൻ എന്തോ കാര്യം പറയാനുണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ലേ, കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് സുധിയും അതുപോലെ ശ്രുതിയും അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. അതിനുശേഷം കാര്യം എന്താന്ന് അന്വേഷിക്കുകയാണ് കേട്ടോ. സച്ചി ആദ്യം ഇന്ന് ഒരു മുഖംമൂടി അഴിഞ്ഞു വീഴാൻ വേണ്ടി പോവാണ് അച്ഛ. ഈ മുഖംമൂടികളൊന്നും ഒരുപാട് നേരം നിലനിൽക്കില്ല എന്നും അത് ഒരു ദിവസം അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അച്ഛമ്മ പറഞ്ഞു തന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അത് ശരിയാണ്, നീ ഇപ്പൊ ആരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ കഥകളിലെല്ലാം ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാരെ കുറിച്ചിട്ടാണ്. അവര് ഓരോരോ മുഖംമൂടികൾ അണിയല്ലോ, അത് ഒരു ദിവസം അഴിഞ്ഞു വീഴും. സച്ചി പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടിട്ട് ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ രേവതി എന്ന് വിളിച്ചുകൊണ്ട് എന്ത് പറ്റി നിന്റെ ഹസ്ബൻഡിന്, വന്ന ഉടനെ തന്നെ മുഖംമൂടി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സംബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ സച്ചേട്ടൻ എന്ത് പറയുകയാണെന്നുണ്ടെങ്കിലും അതിന് ഒരർത്ഥം ഉണ്ടാകും. ഇന്ന് ഒരാളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ ഭ്രാന്ത് പിടിച്ചോ, വെറുതെ വന്നിട്ട് ഓരോന്ന് പുലമ്പുന്നൊക്കെ. ഇത് കേട്ട് രവി പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യമില്ലാതെ അവരോരോന്ന് പറയില്ല, അച്ഛൻ കറക്റ്റ് ആണ് പറഞ്ഞത്. ഇന്ന് അച്ഛ നമ്മുടെ വീട്ടിലൊരു ചടങ്ങുണ്ട്, അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗസ്റ്റും ഉണ്ട്. ചടങ്ങോ, ആർക്ക് എന്ത് ചടങ്ങ് നടത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് നീ ഈ പറയുന്നത് ശ്രുതി ചോദിക്കുന്നുണ്ട്. അതൊക്കെ നടക്കുന്ന സമയത്ത് നിനക്ക് മനസ്സിലാവൂടാ. എന്തായാലും ഒരു കാര്യം കൺഫേം ആണ്, ഒന്ന് ഡോക്ടറെ പോയി കൊണ്ടുപോയി കാണിക്കുന്നത്, വന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറയുവാണല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും സച്ചി ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമല്ലേ, അതൊക്കെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആരാണ് പോകാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം നോക്കാം എന്നൊക്കെ ശ്രുതിയുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് സച്ചി പറയുന്നുണ്ട്. കാര്യം എന്താന്നുള്ള കാര്യം പറയാൻ വേണ്ടിട്ട് രവി പറയുന്ന സമയത്ത് അച്ഛ ആ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്ന വിരുന്നുകാരൻ വന്ന് പറയുന്നതാണ് ശരിയായിരിക്കുക, എങ്കിൽ മാത്രമേ എല്ലാവർക്കും വിശ്വസിക്കാൻ വേണ്ടി പറ്റുള്ളൂ. രേവതി അവരെവിടെയുള്ളതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ സച്ചിയുടെ അവര് പുറത്തുണ്ടെന്ന് രേവതി പറയുവാണ്. അത് കഴിഞ്ഞ് ഇളയച്ച ഇളയച്ച എന്ന് പറഞ്ഞ് സച്ചി വിളിക്കുന്ന സമയത്ത് ബീരാൻ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. ബീരാനെ കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചില്ലാതാവുന്നുണ്ട്. ഇദ്ദേഹം എന്താ ഇവിടെ, ഇനി സച്ചി രേവതിയും ഇയാൾ ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിച്ചോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതേസമയം ശ്രുതിയും അതുപോലെ ചന്ദ്രയും വിചാരിക്കുന്നത് ശ്രുതിയുടെ ഇളയച്ചനാണല്ലോ വന്നിരിക്കുന്നത്, അവർക്ക് ഗംഭീര സ്വീകരണമൊക്കെയാണ് കേട്ടോ. അയ്യോ ഇളയച്ച എന്താ പറയാണ്ട് വന്നത്, എന്താ വേഗം വരൂ, ഉള്ളിലേക്ക് വരൂ, കയറി ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്വീകരിച്ചിരുത്താൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി ഇളയച്ച വരുന്ന കാര്യത്തെ കുറിച്ച് നിന്റെ അടുത്ത് പറഞ്ഞിരുന്നു നോക്കുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ഉരുണ്ട് കളിക്കുവാണ് കേട്ടോ. ഓ ഇളയച്ചൻ സർപ്രൈസ് ആയിട്ട് വന്നതാണല്ലേ. ശ്രുതി നീ ഇളയച്ചന്റെ അടുത്ത് നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പണത്തിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഓ അത് തരാൻ വേണ്ടിയിട്ടൊക്കെ വന്നതായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇളയച്ചന് പിടിച്ച് ഗംഭീര സ്വീകരണമൊക്കെ നടത്തിയിട്ട് അമ്മയും മകനും കൂടി ചേർന്ന് അവിടെ ഇരുത്തുന്നൊക്കെ ഉണ്ട്. ഇളയച്ചൻ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്, എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ ഒരു പ്രധാനപ്പെട്ട വിശേഷമുണ്ട്, ഞാനാണ് അദ്ദേഹത്തിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഓ ആണോ, അങ്കിൾ ഒരു പക്ഷേ പണം തരാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ, അങ്കിള് വരുന്ന കാര്യത്തെക്കുറിച്ച് സർപ്രൈസ് ആയിട്ട് വെച്ചതായിരിക്കും അല്ലേ. ശ്രുതി നിന്റെ അടുത്തും പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോ ഇല്ല, ഓ നിനക്ക് തന്നെ സർപ്രൈസ് തന്നുകൊണ്ടാണല്ലേ അങ്കിളുടെ വരവ്. ഇളയച്ച നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ നമ്മളെ വിട്ടിട്ട് പോയി, പക്ഷേ ആ സ്ഥാനത്ത് ഞങ്ങള് നിങ്ങളെ കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങള് ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി വീണ്ടും വരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബീരാന്റെ അടുത്ത്. സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രമതി ബീരാന്റെ അടുത്താണോ വരാൻ വേണ്ടി പറയാ, ശ്രുതിയുടെ അടുത്ത് എന്നേക്കുമായിട്ട് ഇറങ്ങി പോകാനാണോ പറയാന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അതുമാത്രമല്ല ശ്രുതിയുടെ അച്ഛന്റെ കേസൊക്കെ എന്തായി, എല്ലാം തീർന്നോ, ശ്രുതിയുടെ പേരിലേക്ക് തന്നെ ആ സ്വത്തുക്കളൊക്കെ വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ബീരാൻ ഒന്നും മറുപടി പറയാനില്ലല്ലോ. ഇതെല്ലാം കേട്ട് സച്ചിയും രേവതിയും ആണെന്നുണ്ടെങ്കിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുവാണേ. ബീരാൻ അങ്ങനെ കഷ്ടപ്പെടുകയാണല്ലോ സംസാരിക്കാൻ വേണ്ടിട്ട്. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എന്നെ ഒരു കോൾ ചെയ്തിട്ട് വന്നൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണേ. അതെ ഇളയച്ചനെ ഞങ്ങള് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് കണ്ടപ്പോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണെന്ന് സച്ചി. കല്യാണ വീട്ടിൽ വെച്ചിട്ട് ഇവൻ കണ്ടിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. എങ്ങനെങ്കിലും ഇത് ഒപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. വിട്ടുകൊടുക്കാൻ വേണ്ടി ശ്രുതി ഇപ്പോഴും തയ്യാറല്ല, നന്നായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. സച്ചി അവര് എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നതായിരിക്കും, അവർക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് വരാൻ അറിയില്ലേ, നീ എന്തിനാ അവരെ ഡിസ്റ്റർബ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്കിൾ സോറി അങ്കിൾ, സച്ചി അല്ലെങ്കിലും എപ്പോഴും ഇങ്ങനൊക്കെ തന്നെയാണ്, അവന് ഏത് നേരത്തിൽ ചെയ്യണോ ഒന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞത് കേൾക്കുമ്പോ രേവതി പറയുന്നുണ്ട് കേട്ടോ, ശ്രുതി സച്ചിയേട്ടന് ഏത് സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. അപ്പോഴും ശ്രുതിയുടെ ആക്ടിങ് നിർത്തുന്നൊന്നുമില്ല കേട്ടോ. അങ്കിൾ എന്താ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണോ, ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്നിട്ട് ഇവര് ഫോഴ്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണോ ഇളയച്ചനെ. ഇത് കേട്ട ഉടനെ തന്നെ സച്ചിയാണെങ്കിൽ പൗഡർ എടുത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചാടി വീഴുവാണേ. നീ ഇങ്ങനെ ഇളയച്ച ഇളയച്ച എന്ന് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്, പക്ഷെ ഇദ്ദേഹം ആരുടെ ഇളയച്ചനാണ്. ഇളയച്ചൻ എന്ന് പറയുമ്പോ അങ്കിൾ എന്ന് പറയുമ്പോ മാമനും കൂടിയാണ്. ഇപ്പൊ ഇവര് ആരുടെ മാമനാണ്. അച്ഛൻ അറിയോ ഇവര് ആരുടെ മാമനാണെന്ന്. നീ എന്താടാ ഇങ്ങനെ ചോദിക്കുന്നത്, ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ. അപ്പൊ അച്ഛൻ പറഞ്ഞു
വരുന്നത് ശ്രുതിയുടെ മലേഷ്യ ഇളയച്ചൻ. അത് നമുക്ക് ഒരു വശത്തേക്ക് മാറ്റിവെക്കാം. ഇദ്ദേഹത്തിന് വേറൊരു ബന്ധം കൂടിയുണ്ട്. നമ്മുടെ അശോകനങ്ങള് മകളില്ലേ മാളു, അവള് കല്യാണം കഴിച്ചിരിക്കുന്ന ഫെബിന്റെ മാമനും കൂടിയാണ് ഇദ്ദേഹം. സച്ചി ആ കാര്യം കൂടി പറയുന്ന സമയത്ത് നമ്മുടെ ശ്രുതിക്ക് ഏകദേശം കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇത് മൊത്തത്തിൽ പൊളിഞ്ഞു എന്നുള്ള കാര്യം. ഇത് കേട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രവിയേട്ട എന്തൊക്കെയാ ഇവൻ ഈ പറയുന്നത്, ശ്രുതിയുടെ ഇളയച്ചനും വല്ലവന്റെ മാമനാണെന്നൊക്കെ പറയുന്നു. അമ്മ സച്ചേട്ടൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണെന്ന് രേവതിയും. അച്ഛ അശോകനങ്ങള് അന്ന് ഫെബിന്റെ മാമനെ പരിചയപ്പെടുത്തി തരാ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, ആ പറഞ്ഞിരുന്നു. പക്ഷെ അവസാനം വരെ കാണാൻ വേണ്ടി പറ്റിയില്ല എന്ന് രവി പറയുന്ന സമയത്ത് അതച്ഛ വേറെ ആരുമല്ല ഇദ്ദേഹമാണ്. മനസ്സിലായില്ലേ കാര്യങ്ങള്. ഇദ്ദേഹത്തിനെ ഞങ്ങള് പോരാൻ നേരത്താണ് കണ്ടത്. അപ്പം കൈയോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഇത് കേട്ട രവി ചോദിക്കുന്നത്, ഓ അപ്പോ ഫെബിന്റെ മാമൻ തന്നെയാണോ ശ്രുതിയുടെ ഇളയച്ചനോ? അപ്പോ ഇവർ രണ്ടുപേരും കുടുംബക്കാരാണോ എന്നാണ് കേട്ടോ രവി ചോദിക്കുന്നത്. അച്ഛൻ എന്തൊരു മണ്ടത്തരാ പറയുന്നത്. അച്ഛൻ ഇതിലും നല്ല രീതി മാത്രമേ ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഇതിലെ എടാകൂടൊന്നും അച്ഛന് മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ടാണല്ലോ അച്ഛ നമ്മളെ എല്ലാവരും ഈസി ആയിട്ട് പറ്റിക്കുന്നത്. ശ്രുതിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും ഇളയച്ച ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നത്, എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് പറയുന്നത് എന്നുള്ള കാര്യം തോന്നുന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചന്ദ്രയും പറയുന്നുണ്ട്, അത് ശരി തന്നെയാണല്ലോ, ഇത് ശ്രുതിയുടെ ഇളയച്ചനാണ്, ഇദ്ദേഹം മലേഷ്യയിൽ നിന്ന് വന്നതാണ്. അതേ അമ്മ ശരിയാണ്, ഇദ്ദേഹം ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ശ്രുതി. പെട്ടെന്ന് തുണ്ടനണ്ട് ചെയ്യുന്ന ബിസിനസ്സാണ്, ചുമ്മാ കൊത്തായിട്ട് അരിഞ്ഞോണ്ടിരിക്കുന്ന ബിസിനസ്. സച്ചി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോടോ എന്ന് രവി ചോദിക്കുമ്പോ, അച്ഛ ഇദ്ദേഹത്തിന്റെ നാട് എവിടെയാന്നുള്ള കാര്യം അറിയോ? അതെന്താ ഇപ്പൊ അറിയാനിരിക്കുന്നു, ഇദ്ദേഹത്തിന്റെ നാട് അങ്ങ് മലേഷ്യയിലാണ്. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? ഫെബിന്റെ ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിട്ട് വരും ഇദ്ദേഹം എന്നാണോ? കേട്ടുടനെ ശ്രുതി പറയുന്നുണ്ട്, അതെങ്ങനെയാ അമ്മ ശരിയാവുന്നത്? ഇദ്ദേഹം എത്ര വലിയ ഫാമിലിയാണ്. ശ്രുതിയുടെ ഫാമിലി എന്ന് പറയുന്നത് മലേഷ്യയിലെ ടോപ്പ് പൈസക്കാരാണല്ലോ. അവരുടെ ഫാമിലി എവിടെ നിൽക്കുന്നു, അതുപോലെ അശോകനങ്ങളുടെ ഫാമിലി എവിടെ കിടക്കുന്നു? അതൊന്നും ആവാൻ ഒരു സാധ്യതയും ഇല്ല അമ്മേ. തുടർന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ, എളയിച്ച ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നത്, നിങ്ങളെ തെറ്റിദ്ധരിച്ചു എന്നുള്ള കാര്യമാണ് തോന്നുന്നത്? അതെ ആന്റി, അങ്ങനെ തന്നെ ആവാനാ സാധ്യത. അല്ലെങ്കിലും സച്ചിക്ക് എന്തെങ്കിലും നല്ലപോലെ മനസ്സിലാക്കാൻ അറിയോ? എല്ലാം എന്തെങ്കിലും ഏടാകൂടമായിട്ട് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. എളയിച്ചിനെ എന്തോ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാന്ന് തോന്നുന്നു. ഇതെല്ലാം എളയിച്ചിനെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എളയിച്ചൻ എന്താ ഇവിടെ നാട്ടിൽ റൂം എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ? നമുക്ക് അവിടെ പോയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് എളയിച്ചിനെ കൂട്ടിയിട്ട് നൈസായിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടി ശ്രുതി ശ്രമിക്കുമ്പോ രേവതി ആണെങ്കിൽ തടഞ്ഞു നിർത്തിയിട്ട്, ശ്രുതി ഇതിൽ കൂടുതൽ നിനക്ക് കള്ളം പറഞ്ഞ് നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഇനിയും കള്ളം പറയുന്നത് നിന്റെ ജീവിതത്തെ തന്നെ ബാധിക്കുക. ഇവിടെ നിന്ന് തന്നെ സംസാരിച്ചാൽ മതി. ഇവൻ എന്തൊക്കെയായി പറയുന്നത് ചന്ദ്ര വീണ്ടും ചോദിക്കുമ്പോഴേക്കും, അത് വേറൊന്നുമല്ല ഇളയച്ചിന് പറയാൻ വേണ്ടി പറ്റാത്തത്. ആ മലേഷ്യ ഇളയച്ചിന്റെ ക്യാരക്ടർ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് പോയില്ല, അതിന്റെ ഒരു പ്രശ്നമാണ്. സച്ചിയും അവരും പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ വേണ്ടിട്ട് രവി പറയുമ്പോഴാണ്, അച്ഛ ഇദ്ദേഹത്തിന്റെ നാട് മലേഷ്യയോ സിംഗപ്പൂരോ ഒന്നുമല്ല, നമ്മുടെ ഈ നാട്ടുകാരൻ തന്നെയാണ് ഇദ്ദേഹം. എടാ ഇദ്ദേഹം ഇവിടെ നിന്നിട്ട് പോയിട്ട് മലേഷ്യയിൽ സെറ്റിൽ ആയതെന്നുള്ള കാര്യത്തെ കുറിച്ച് ഓൾറെഡി പറഞ്ഞതല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും, എടാ ബായ് കുറച്ചു നേരം ഇരിക്കേ, ഒന്ന് വെയിറ്റ് ചെയ്യടാ. അച്ഛ ഇയാള് മലേഷ്യന്റെ പരിസരത്ത് പോലും പോയിട്ടില്ല, എന്തിന് ഇദ്ദേഹത്തിന് പാസ്പോർട്ട് പോലും ഇല്ല. ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇവൻ കുടിച്ചിട്ട് എന്തൊക്കെയോ അസംബന്ധങ്ങൾ വിളിച്ചു പറയാന്നാ തോന്നുന്നത്. സച്ചേട്ടൻ കുടിച്ചിട്ടൊന്നല്ല വന്നിരിക്കുന്നത്, നല്ല സ്വബോധത്തോടു കൂടി തന്നെയുള്ളത്. എന്ത് സ്വഭാവമാണെന്നാണ് നീ പറയുന്നത്? അശോകന്റെ മരുമകന്റെ മാമനാണെന്നുള്ള കാര്യം പറയുന്നു. അന്ന് അശോകൻ എന്തായിരുന്നു രവിയേട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫെബിന്റെ മാമൻ ഇറച്ചിവെട്ടുകാരനാണെന്നല്ലേ? അതെ, അശോകൻ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞതെന്ന് രവിയും പറയുന്നുണ്ട് കേട്ടോ. അതേ ഇറച്ചിവെട്ടുകാരൻ തന്നെയാണ് ഈ നിൽക്കുന്ന ബീരാൻ. നീ പറയുന്നത് ഇവരെയാണോ നീ ഇറച്ചിവെട്ടുകാരൻ എന്നുള്ള കാര്യം പറഞ്ഞത്? ഇത് നോക്ക് രവിയേട്ടാ, ശ്രുതിയുടെ ഇളയച്ചിനെ ഇവരെല്ലാരും അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ചന്ദ്ര പറയുന്നത് കേൾക്കുന്ന സമയത്ത് രവിയും സച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട്, സച്ചി മറ്റു വിഷയങ്ങൾ മാതിരിയല്ല, ഇത് കളിക്കുന്ന വിഷയമല്ല എന്ന്. അച്ഛ ഞാൻ കളിക്കല്ല അച്ഛ, ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്. ഇയാള് ഇറച്ചിവെട്ടുകാരനാണ്, ഇറച്ചിക്കടയാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ഛ അന്നൊരു ദിവസം നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇറച്ചി ഞാൻ ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛനും ആ ഇറച്ചി നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതും അച്ഛ ഇന്നാണ് എനിക്ക് മനസ്സിലായത്. സച്ചിൻ രേവതി മാറി മാറി ഓരോ കാര്യങ്ങൾ പറഞ്ഞത് കേൾക്കുമ്പോ ശ്രുതി ചോദിക്കുന്നുണ്ടേ, നിങ്ങൾ രണ്ടുപേരും എന്താ ലൂസ് മാതിരി ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്താ അങ്കിളിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾ പ്രാങ്ക് ചെയ്യാണോ? എടാ ലൂസേ, ഇത്രയും നാള് ഞങ്ങളല്ല ലൂസായിരുന്നത്, നീയാണ്. നിന്നെ ലൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതാ ആ നിൽക്കുന്ന പൗഡർ എടുത്തിയാണ്. എന്താ പൗഡർ എടുത്തി കറക്റ്റ് അല്ല എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും, മതി സച്ചി, കുറെ നേരമായി നിങ്ങൾ രണ്ടുപേരും കൂടി കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഇത് നോക്ക് ആന്റി, എന്റെ അങ്കിളിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവൻ എന്തൊക്കെയൊക്കെയോ പറയുകയാണ്. അങ്കിള് വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് ബീരാനെ വലിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ശ്രുതി. അപ്പോഴേക്കും രേവതി അങ്ങ് തടഞ്ഞു നിർത്തുവാണ്. ശ്രുതി ഇതിൽ കൂടുതൽ നിനക്ക് ഒന്നും മറയ്ക്കാൻ വേണ്ടി പറ്റില്ല. നീ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെ ശ്രുതി പ്രശ്നം. ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും ഓടിയിട്ട് അമ്മയ്ക്ക് അറിയില്ലേ എന്ന് സച്ചി പറയുന്നുണ്ട്. അമ്മ ഇപ്പോഴേ ടെൻഷൻ അടിക്കല്ലേ, ബാക്കി കൂടി കേട്ടതിന് ശേഷം മൊത്തത്തിൽ ടെൻഷൻ അടിക്കുന്നതാ നല്ലത്. അച്ഛാ ഇയാളുണ്ടല്ലോ മലേഷ്യക്കാരനൊന്നുമല്ല, ഇയാള് നമ്മുടെ നാട്ടുകാരനാണ്. ഇദ്ദേഹത്തിന്റെ പേര് ബീരാൻ എന്നാണ്. ഇയാള് ഇറച്ചിക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം നല്ലൊരു നാടക നടനാണ്. ഇദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ച
നാടകത്തിലെ കഥാപാത്രത്തിന്റെ പേരാണ് ബീരാൻ. ഇദ്ദേഹം ആ പേരിലാണ് ഫേമസ് ആയിട്ടിരിക്കുന്നത്. നിങ്ങളുടെ അവിടെ ആരെടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും. സച്ചി ഇതൊക്കെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അച്ഛ ഇതൊക്കെ സത്യം തന്നെയാണ്, ബീരാനെ ഇപ്പോഴെങ്കിലും നിങ്ങളുടെ ആ തിരുവായ ഒന്ന് തുറക്കോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു കുടുംബത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇനിയെങ്കിലും നിങ്ങൾ സത്യം വെളിപ്പെടുത്തണോ എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ബീരാന്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ പറയരുത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ കണ്ണുകൊണ്ട് തലയോടൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ബീരാൻ അതൊന്നും ശ്രദ്ധിക്കാതെ സത്യങ്ങൾ തുറന്ന് പറയാണ് കേട്ടോ. ആദ്യം നമ്മുടെ രവിയുടെ അരികിലേക്ക് ചെന്നിട്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല, സച്ചി പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. എന്റെ പേര് ബീരാൻ എന്നാണ്. ഞാൻ ഇറച്ചിക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ മലേഷ്യയിലേക്കൊന്നും പോയിട്ടില്ല. അതുമാത്രമല്ല ശ്രുതി എന്റെ ഏട്ടന്റെ മകളും അല്ല. ശ്രുതിയുടെ ഇളയച്ചനല്ലേ എന്ന് ഞെട്ടലോടുകൂടി ശ്രുതി ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല. എനിക്ക് ശ്രുതിയെ മുമ്പ് അറിയില്ലായിരുന്നു. ശ്രുതിയുടെ ഫ്രണ്ട് മീരയാണ് ഒരു ദിവസം ശ്രുതിയും കൂട്ടിക്കൊണ്ട് എന്റെ കടയിലേക്ക് വന്നിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവസരം തരാം, അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ബീരാനെ കണ്ടത് മുതല് ലാസ്റ്റ് അച്ഛൻ മരിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അഭിനയിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കേട്ടോ ബീരാൻ ഈ പറയുന്നത്. അപ്പോ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമായിരുന്നോ? അച്ഛാ, അവര് ഫ്ലാഷ് ബാക്ക് ഓപ്പൺ ആയത് കേട്ടില്ലേ? ഇദ്ദേഹം അഭിനയിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന മലേഷ്യ ഇളയച്ചൻ മാത്രമാണ്, എന്നാ ഇദ്ദേഹം ഒറിജിനൽ ആയിട്ട് ഇറച്ചിവെട്ടുകാരനാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. ചന്ദ്ര നിന്നിടന്നങ്ങ് ഇരുന്ന് പോവാണ്. കാരണം ഒരിക്കലും ശ്രുതി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ചന്ദ്ര വിചാരിച്ചിട്ടില്ലല്ലോ. കുറച്ചു മുമ്പ് കൂടി ചന്ദ്രയെ നമ്മുടെ ശ്രുതിയെ തലയിലേറ്റിക്കൊണ്ടാണല്ലോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ചന്ദ്ര. ശരിക്കും ചന്ദ്രയെ ചെരുപ്പാല അടിച്ചതുപോലെയാണ് ചന്ദ്രയ്ക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ പോയി, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മരിച്ചു പോയി എന്നൊക്കെ, അതൊക്കെയോ എന്ന് രവി ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ശ്രുതി പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞത്. ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നത്, അപ്പോ ശ്രുതി മലേഷ്യന്ന് വന്നതല്ലേ, അവള് പണക്കാരിയല്ലേ എന്നൊക്കെയാണേ. അതൊന്നും തനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും ശ്രുതിയുടെ ഇളയച്ചനല്ല, അവളുടെ അച്ഛനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ബീരാൻ ഒഴിഞ്ഞു മാറുവാണേ. കാരണം ബീരാനും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലല്ലോ. നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ന്യായമായിട്ട് തോന്നുന്നുണ്ടോ? ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? എന്തോരം കള്ളങ്ങളാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളെ പോലെയാ കണ്ടത്. നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ രവി ചോദിക്കുന്നുണ്ട്. ശിക്ഷ തന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാധ്യസ്ഥനാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും എനിക്കില്ല. ആരംഭത്തിലെ എല്ലാം ഒരു കളിയായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയത്. പക്ഷെ പോകെ പോകെയാണ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ഒരു കാര്യം ഞാൻ എന്തായാലും നിങ്ങളടുത്ത് പറയാം, ഞാൻ അങ്ങനെ ആരെയും പറ്റിച്ചിട്ട് ജീവിക്കുന്ന ഒരാളല്ല. എന്റെ തൊഴിലാണ് സത്യം. ഞാൻ ഈ കള്ളങ്ങളെല്ലാം പറഞ്ഞത് ശ്രുതിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരിക്കലും കാശോ പണോ ഒന്നും മേടിച്ചിട്ടല്ല. അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോ അത് ശരിയാവാൻ വേണ്ടിയിട്ടാണ് ഞാനും കള്ളം പറഞ്ഞിട്ട് അഭിനയിച്ചത്. ഈ കുടുംബത്തിലുള്ള എല്ലാവരും നല്ലവർ തന്നെയാണ്. നിങ്ങളെല്ലാവരും പറ്റിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കുറ്റബോധം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എന്നോട് ഞാൻ തെറ്റ് ചെയ്തു പോയി, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത്. പക്ഷെ പോകെ എനിക്ക് മനസ്സിലായത് ശ്രുതിക്ക് വേണ്ടിയിട്ട് അഭിനയിക്കേണ്ട ഒരു അവസ്ഥയായി. അവളുടെ എതിർകാലം തന്നെ ഇതിനകത്തുള്ളതെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് കൊണ്ടൊക്കെയാണ് ഞാനും അവൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നാൾ അഭിനയിച്ചത്. അങ്ങനെ ബീരാൻ എല്ലാവരുടെ ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുകയാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൈകൂപ്പുന്നുണ്ടേ. ഇതെല്ലാം കേട്ടിട്ട് ചന്ദ്രമതി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. പക്ഷെ അങ്ങനെ ശ്രുതിയെ തൂറിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പൊട്ടണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അതുമാത്രമല്ല അച്ഛ ഇയാളെ വെറുതെ വിടാൻ വേണ്ടി പാടില്ല, ഇദ്ദേഹത്തിനെ പോലീസിൽ പിടിപ്പിക്കണം എന്നുള്ള കാര്യം പറയുവാണേ. എടാ, ഇയാളെ പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലേ നിന്റെ ഭാര്യയായിരിക്കും ആദ്യം അകത്താകാൻ വേണ്ടി പോകുന്നത്. അത് കുഴപ്പമില്ലെന്ന് ചോദിക്കുമ്പോ പിന്നെ ശ്രുതി ഒന്നും മിണ്ടുന്നില്ലേ. അങ്ങനെ ശ്രുതിയുടെ അടുത്തും ബീരാൻ ചെന്നിട്ട് മാപ്പ് പറയുന്നുണ്ട്. ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല എന്ന് പറഞ്ഞിട്ട് നേരെ ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. ശ്രുതി, ഞാൻ അന്നേ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ഒരു കള്ളം ഒരിക്കലും നിലയ്ക്കില്ല എന്ന്. അത് എന്നാണെന്നുണ്ടെങ്കിലും പുറത്തു വരും. സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കഷ്ടം കുറച്ചു നേരം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ കള്ളം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിതാവസാനം വരെ പോരാടിക്കൊണ്ടിരിക്കേണ്ടി വരും. എന്നാൽ ആ പോരാട്ടം ഇപ്പോൾ ഇതോടുകൂടി അവസാനിക്കുകയും ചെയ്തു. ഇനി നിനക്ക് മാത്രമേ നിന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയെങ്കിലും നീ സത്യസന്ധയായിട്ട് ജീവിക്കാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞിട്ട് ബീരാൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണേ. ബീരാൻ എന്തായാലും ആർക്കും അവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റില്ലല്ലോ. ശ്രുതി പറഞ്ഞിട്ടാണ് ബീരാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ബീരാനാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ശ്രുതി മാത്രമേ കൊടുങ്ങുള്ളൂ. ബീരാന് അറിയത്ത് പോലും ഇല്ലായിരുന്നല്ലോ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അഭിനയിക്കാനാ എന്ന് പറഞ്ഞിട്ട് ബീരാനെ ശ്രുതി പറ്റിക്കാണല്ലോ ചെയ്തത്. അതുകൊണ്ട് ബീരാൻ അടുത്ത് ഇന്നെ കൂടുതലായിട്ട് ആരും സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല. ബീരാൻ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ബീരാൻ അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം സച്ചിൻ രേവതി മാറി മാറി പറയുന്നുണ്ട്. ആരംഭത്തിൽ തന്നെ ബീരാന്റെ മേലെ ഒരു സംശയം ഉണ്ടായിരുന്നു, മലേഷ്യ ഇളയച്ചനല്ല എന്തോ ഒരു ഏടാ കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്തായാലും ഇപ്പോ അത് പുറത്തു വന്നു. അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ ഒരാളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാൻ വേണ്ടി പോകുന്നു
എന്ന് അത് ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തിനായിരിക്കും ശ്രുതി ഇത്രയും കള്ളങ്ങളെന്ന് പറഞ്ഞെന്നുള്ള കാര്യമാണ് അച്ഛൻ മനസ്സിലാവാത്തതെന്ന് രേവതിയും. എടാ ശ്രുതി, നീ വലിയ ബുദ്ധിമാനാണെന്ന് പറഞ്ഞിട്ട് നിന്റെ ബോർഡൊക്കെ ഫ്രണ്ടിൽ തൂക്കിയിട്ടില്ലേ, അതെടുത്ത് മാറ്റിയിട്ട് അവിടെ പൗഡർ എടുത്തിട്ട് ബോർഡ് വെക്കി. ഈ വീട്ടിൽ നിൽക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ബുദ്ധിശാലി ഇതാ ഇവളാണ്. ഇവളുടെ ബോർഡാണെടാ അവിടെ മാറ്റി വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ രവി ശ്രുതിയുടെ അരികിലേക്ക് ചെന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞ ഒച്ചത്തിൽ വിളിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്താണ് ശ്രുതി ഇതല്ല? ഇതെന്താണ്, വീടാണോ അതോ ഡ്രാമ കമ്പനിയാണോ? നീ ഒരു നല്ല പെണ്ണാണെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്തോരം കള്ളങ്ങളാണ്, എന്തോരം അഭിനയങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചത്. അവര് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെല്ലാം സത്യമാണോ? പറയടി എന്ന് പറഞ്ഞിട്ട് ഒച്ച എടുക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ മിണ്ടാതെ നിൽക്കുവാണേ. അച്ഛാ, അവള് മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോ തന്നെ മനസ്സിലാക്കിക്കൂടെ മൊത്തത്തില് അവള് പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യം? നിനക്കൊക്കെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ? ഇത്രയും നാള് ഞങ്ങളെ എല്ലാവരും പൊട്ടന്മാരാക്കിയിട്ടല്ലേടി നീ ഇവിടെ ജീവിച്ചത്? ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോ നീ ഒരു അക്ഷരം പോലും മിണ്ടി പോകരുത്. നീ ഞങ്ങളെല്ലാരും കോമാളിയായിട്ടായിരിക്കുമല്ലേ കണ്ടിട്ടുണ്ടാവുക. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുമെന്ന് നീ വിചാരിച്ചില്ലേ? ആ നീ ബുദ്ധിശാലിയും ഞങ്ങളെല്ലാരും പൊട്ടന്മാരും അല്ലേ? കാര്യങ്ങളൊക്കെ ഒരു പെണ്ണ് ചെയ്യോ? ഒരാളെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇത് എന്റെ ഇളയച്ചനാണെന്ന് പറയുന്നു, ഇത് എല്ലാവരും പറ്റിക്കുകയാണെന്നും ഈ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നുള്ള കാര്യമൊന്നും നിനക്ക് അറിയില്ലേ? സുധിയെ പറ്റിച്ച പെണ്ണ് തിരികെ പണം തന്ന സമയത്ത് നിന്റെ അച്ഛൻ തന്ന പണമാണെന്ന് പറഞ്ഞിട്ട് കട ആരംഭിച്ചു. അന്നേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ സത്യസന്ധമായിട്ടുള്ള ഒരാളായിട്ട് ഇവിടെ നിൽക്കണമെന്ന്. അന്ന് പോലും നിനക്ക് ഈ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ വേണ്ടിട്ട് തോന്നിയില്ലല്ലോ. നീ ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റ് അതാണെന്നാ വിചാരിച്ചത്. പക്ഷെ നീ തെറ്റുകളുടെ കൂമ്പാരമല്ലേ കൂട്ടിവെച്ചിരിക്കുന്നത്. നീ എങ്ങനെയാണ് സത്യം പറയാ? ഞങ്ങളെ കള്ളം പറഞ്ഞിട്ട് നീ പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. സച്ചിൻ രേവതിയും ഈ കാര്യങ്ങൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ നീ ജീവിതാവസാനം വരെ ഞങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിച്ചനെ. അതച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ്. കൺഫേം ആയിട്ടും ഇവൾ അത് തന്നെ ചെയ്യും. ദൈവത്തിന് പോലും ഇവള് പറഞ്ഞിരിക്കുന്ന കള്ളങ്ങൾ പൊറുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഇറച്ചിവെട്ടുകാരനെ നമ്മുടെ കൺമുമ്പിൽ കൊണ്ട് എത്തിച്ചത്. നീ ഇതിനു മാത്രം കാര്യങ്ങളും ദ്രോഹങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? നിന്നെ ഇവിടെ കിടത്ത് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? അതൊക്കെ വിട്. ഈ വീട്ടില് 3 മരുമക്കളാണുള്ളത്. ഈ 3 പേരെയും മരുമക്കളായിട്ടാണോ ഞങ്ങൾ കണ്ടത്? സ്വന്തം മക്കളെ പോലെ തന്നെയല്ലേ? ഉണ്ടെങ്കിൽ നിനക്ക് എല്ലാത്തിനും സപ്പോർട്ടീവായിട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്തിട്ട് നീ ഒറ്റയടിക്ക് കഴുത്തറത്തില്ലേ? എങ്ങനെ ഞങ്ങളെ പറ്റിക്കാൻ മാത്രം നിനക്ക് എന്ത് ആവശ്യമാണ് അതിന് മാത്രം ഉണ്ടായിരുന്നത്? അത് കഴിഞ്ഞ് നേരെ സുധിക്ക് അരികിലേക്ക് ചെന്നിട്ട് നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയായിരുന്നോടോ എന്ന് ചോദിക്കുവാണേ. കാരണം പണത്തിന്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും കൂടി ഒന്നു ചേർന്നിട്ടാണല്ലോ എല്ലാം ഒപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അറിയാനും സാധ്യതയുണ്ട് അച്ഛാ എന്ന് സച്ചി പറയുന്നുണ്ട്. പക്ഷെ ഇല്ല അച്ഛാ, എനിക്കും ഈ ഷോക്ക് ഇതുവരെ റിക്കവർ ആയിട്ട് വരാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഞാൻ അച്ഛാ ആരുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യം തന്നെ എനിക്ക് അറിയില്ല അച്ഛാ എന്നൊക്കെ സുധി ഒരു പേടിയോട് കൂടി പറയുന്നുണ്ട്. തുടർന്ന് രേവതിയാണ് ഇവിടെ ചോദിക്കുന്നത്, അന്ന് ആ പണം എടുത്തിട്ട് ബിസിനസ് ആരംഭിച്ച സമയത്ത് നിനക്ക് പറയാനൊരു ന്യായം ഉണ്ടായിരുന്നു. നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് നീ അത് ആരംഭിച്ചത് എന്നുള്ള കാര്യം. എന്നാ ഇതില് നിനക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത്? എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് ജീവിക്കുന്നത്? അത് പറഞ്ഞത് ഒരു കള്ളം മാത്രമാണ് രേവതി. ശരിക്കുള്ള കള്ളം എന്ന് പറയുന്നത് മലേഷ്യ, പണക്കാരി എന്നത്, അത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ, ഇളയച്ഛൻ, സ്വത്ത്, ജയില്, കൊല, ലൊട്ട്, ലൊടക്ക്, ഇതെല്ലാം അതിന് ശേഷമുള്ള കള്ളങ്ങള്. നിന്റെ ഇളയച്ഛനാണെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിനെ ഞങ്ങളുടെ നാട്ടിലേക്ക് വിളിച്ചിട്ട് എന്റെ അമ്മ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവരെ സൽക്കരിച്ചില്ലേ ഞങ്ങളുടെ കുടുംബത്തിലൊരുത്തനെ പോലെ? എന്നാ ഞങ്ങളുടെ മുഖത്ത് തന്നെ നീ മുളകരച്ചു തന്നെ. ഇപ്പോഴെങ്കിലും നീ പറ, എന്തിനാണ് ഇത്രയും കള്ളം പറഞ്ഞത്? ഞാൻ അങ്ങനെ ആരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എന്തിനാന്ന് വെച്ചാലെന്ന് പറഞ്ഞ് ശ്രുതി തുടങ്ങുമ്പോഴേക്കും നിർത്തടി കള്ള കഴുതേ എന്ന് പറഞ്ഞ് ചന്ദ്രങ്ങ എഴുന്നേൽക്കുവാണ് കേട്ടോ. അത്രയും നേരം സൈലന്റ് ആയിട്ട് ഇരിക്കുവാണല്ലോ. ഇനിയായിരിക്കും പൂരവെടിക്കെട്ടുണ്ടാവാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം നമ്മുടെ ശ്രുതിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണ് പേടിച്ച് ഒതുങ്ങി കൂടാൻ വേണ്ടി നോക്കുവാണ് കേട്ടോ. ആരാടി നീ? എവിടുന്നാടി നീ വന്നത്? നീയൊക്കെ ഒരു മനുഷ്യ സ്ത്രീയാണോടി? ഇത്രയും നാളെ ഇവിടെ നല്ല വേഷം ഇട്ട് നടന്നിട്ട് വാ തുറന്നു കഴിഞ്ഞ് നിനക്ക് കള്ളം മാത്രമേ വരുള്ളൂ അല്ലേടി? ഇല്ല ആന്റി, ഞാനെന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇനി മേലാൽ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. ആന്റി ആന്റി എന്ന് വിളിച്ചിട്ട് എന്റെ മേത്തായാലും തന്നെ നീ പാര കൊണ്ട് അടിച്ചു അല്ലേടി എന്നിട്ട് പിടിച്ചങ്ങോട്ട് തള്ളുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രവിയാണെങ്കിൽ ചന്ദ്രൻ നീ ദേഷ്യപ്പെടല്ലേ എന്ന് പറയാണേ. ദേഷ്യപ്പെടാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? മനുഷ്യര് സാധാരണയായിട്ട് കള്ളൊക്കെ പറയും, അതും 1 2 ഒക്കെ. ഇവളുടെ ജീവിതം തന്നെ കള്ളം കൊണ്ട് പണിതുയർത്തിയതല്ലേ? നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണെന്ന് 100 തവണ ഞാൻ ഓരോരുത്തരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിന്നെ പോലെ ഒരു മരുമകളെ ഈ ജീവിതത്തിൽ വേറെ ആർക്കും കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഇന്ന് നീ എന്നെ ചെരുപ്പ് കൊണ്ട് അടിച്ചോടി. അയ്യോ ഇല്ല ആന്റി എന്ന് പറയുമ്പോഴേക്കും നീ ഒരു അക്ഷരം വേണ്ടി പോരുതടി. ഏതോ ഒരു കറിക്കടക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നിന്റെ വലിയ മാമനാണ്, ഇളയച്ചനാണെന്നും പറഞ്ഞിട്ട് അയാൾ എന്തോ വലിയ സംഭവമാണ്, പണക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പണിവേല ചെയ്യിപ്പിച്ചില്ലടി. അതിനെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് എനിക്ക് തന്നെ അറപ്പാവുന്നുണ്ട്.
നീ കാരണം എന്തോരം അപമാനപ്പെട്ടു. ങ്ങളാണ് എന്തൊരു അഭിനയായിരുന്നു നീ കാഴ്ചവെച്ചത്. നിന്നെ പോലെ ഒരുത്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എടാ നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയായിരുന്നോടാ എന്ന് ചോദിച്ചിട്ട് ചന്ദ്ര ശ്രുതിയുടെ നേർക്കും ചെല്ലുന്നുണ്ട് കേട്ടോ. അമ്മ എനിക്ക് സത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഉടനെ തന്നെ വീണ്ടും ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുന്നത്, നിന്നെയൊന്നും വിശ്വസിച്ചിട്ട് അടുത്ത് കിടക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നീയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തലയിൽ കല്ലടിച്ചിട്ട് കൊല്ലാനും മടിക്കില്ല. അയ്യോ ആന്റി അങ്ങനെയൊന്നും പറയരുതെന്ന് ശ്രുതി പറയുമ്പോഴേക്കും, നീ മിണ്ടി പോരുതടി എന്ന് പറഞ്ഞിട്ട് ആദ്യം അടി കൊള്ളുവാണേ. അത് കഴിഞ്ഞ് പിന്നെ പൂര അടിയുടെ വെട്ടിക്കെട്ടാണ്. രണ്ട് കവളിന് മാറി മാറി അടിക്കുന്നുണ്ട്. നീ എത്ര വലിയ ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത്. നിന്നെ വിശ്വസിച്ച് എന്റെ തലയിൽ തന്നെ നീ മുളക് അരച്ചില്ലേടി. അതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. കുറെ നാള് തലയിലേറ്റി നടക്കും, എന്നാൽ നിങ്ങളെ തലയിലേറ്റി അവള് തന്നെ നിങ്ങളെ കാല വാരിയത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. കേട്ടില്ലേടി, അവനൊക്കെ എന്നെ ചോദ്യം ചെയ്യുന്നത് ഒക്കെ നീ ഒറ്റൊരുത്തി കാരണമാണ്. അവന് എന്തെങ്കിലും മറുപടി കൊടുക്കാൻ വേണ്ടി എനിക്ക് പറ്റോ? ഇതുപോലെ തന്നെ എല്ലാവരും എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങും. അവസാനം എല്ലാവരും കൂടി ചേർന്നിട്ട് എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും അന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയ്ക്ക് കാലി കയറുവാണ്. അവിടെയുള്ള സാധനങ്ങളൊക്കെ താട്ടിതാക്കുന്നുണ്ട്. എന്റെ മകനൊരു പാവല്ലേടി, അവന്റെ അടുത്ത് നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യാൻ വേണ്ടി തോന്നിയത്? എങ്കിലും നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. നീ പറയുന്നതൊക്കെ കേട്ടിട്ട് തലയാട്ടിയെ എന്നോട് തന്നെ എനിക്ക് ജീവിതത്തിൽ അറപ്പ് തോന്നുവാണ്. ആന്റി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ടെങ്കിലും ഇനി നീ പറയുന്ന വാക്കുകളൊക്കെ ഞാൻ കേൾക്കുന്നതാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ശ്രുതി നീയെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്കെന്ന് പറഞ്ഞ് ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്റെ മകന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയോടി. നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന എനിക്കിട്ട് തന്നെ നീ പണിതില്ലേടി. നിന്നെയൊക്കെ വിശ്വസിച്ചിട്ട് ഞാൻ എന്റെ മകന് നിന്നെ പോലെ ഒരുത്തിയെ കല്യാണം കഴിച്ചു കൊടുത്തല്ലോ. നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കുന്ന എന്നെ വേണം ഞാൻ ആദ്യം അടിക്കാൻ. എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ ഞാൻ ചിലപ്പോൾ നിന്നെ കൊന്നു പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രങ്ങനെ പ്രാന്തിയെ പോലെ കളിക്കുന്നുണ്ട്. ഇനി ഒരു നിമിഷം പോലും നീ ഈ വീട്ടിനുള്ളിൽ നിൽക്കരുത്, വെളിയെ പോടി എന്ന് പറയുന്നുണ്ട്. പ്ലീസ് ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കെഞ്ചുന്നുണ്ടെങ്കിലും ഇറങ്ങി പോവാനല്ലേ പറഞ്ഞിട്ട് പിടിച്ചങ്ങ് പുറത്തു വിടുന്നുണ്ട്. വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, അവൾക്ക് എന്തോ പറയാനുണ്ടെന്നല്ലേ ചന്ദ്ര പറയുന്നത്. ഇനി എന്ത് പറയുന്നത് കേൾക്കാനാണ്? അവള് ഇത്രയും നാള് പറഞ്ഞത് കേട്ടത് പോരെ, ഇനിയും അവള് പറയുന്ന നുണകൾ നമ്മൾ വിശ്വസിക്കണോ? എടി ഇറങ്ങി പോടി, വീട് വിടുന്ന് പുറത്തിറങ്ങടി എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിയാണെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ആദ്യം അമ്മേ അവക്ക് എന്താ പറയാനുള്ളതെന്നുള്ള കാര്യം കേൾക്കാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും, നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചോടി, വായ മൂടിയിട്ട് മിണ്ടാതിരുന്നോണം അവിടെ. എടി ഇറങ്ങി പോടി എന്ന് പറയുമ്പോഴേക്കും, ആന്റി നിങ്ങൾ എന്നെ അടിക്കുകയോ ചീത്ത പറയുക എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. എനിക്കൊരു മണ്ണാങ്കടിയും കേൾക്കണ്ട, ഇറങ്ങി പോടി. ഇനി ഈ വീട്ടില് ഒരു നിമിഷം നീ ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത് നാണക്കേടാണ്. ഇറങ്ങി പോടി എന്ന് വീണ്ടും പറയുമ്പോഴും ശ്രുതി നോക്കുന്നത് സുധിയാണ് കേട്ടോ. സുധി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ഇത് കണ്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിന്റെ അരികിലേക്ക് ചെന്നിട്ട്, നിങ്ങളുടെ ഏട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അവനിപ്പോഴും ഷോക്കിന്ന് റിക്കവർ ആയിട്ടില്ല, അത് കഴിഞ്ഞു വരാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുക്കും. ആന്റി പ്ലീസ് ആന്റി എന്നെ ഒന്ന് മനസ്സിലാക്കെന്ന് പറയുമ്പോൾ ഇപ്പോഴാടി എനിക്ക് നിന്നെ ശരിക്കും മനസ്സിലായത്. നീ ആരാണ്, ഏത് തരക്കാരിയാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നീ വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്യും, ആര് വേണമെങ്കിലും പറ്റിക്കും. ഇനിയും നിന്നെ വിശ്വസിച്ചിട്ട് എന്റെ മകനെ നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞാൻ അനുവദിക്കില്ല. മര്യാദയ്ക്ക് ഇറങ്ങി പോടി എന്ന് പറയുന്നുണ്ടെങ്കിലും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, ഇല്ല ആന്റി ഞാൻ പോവില്ല, ഇത് എന്റെ വീടാണ്, അങ്കിളെങ്കിലും ഒന്ന് പറയൂന്ന് ശ്രുതി ചെന്ന് പറയുന്നുണ്ട്. ചന്ദ്ര അവൾ കള്ളം പറഞ്ഞു, സത്യം തന്നെയാണ്, പക്ഷെ അവൾക്ക് എന്താ പറയാനുള്ളതെന്നുള്ള കാര്യം ഒന്ന് കേൾക്കാം എന്ന് പറയുന്നുണ്ട്. അതെ അമ്മേ, അവൾക്ക് എന്താ പറയാനുള്ളതെന്നൊന്ന് കേൾക്കാം. അതുപോലെ തന്നെ സച്ചിയും പറയുന്നുണ്ട്, ആദ്യം അവൾ എന്താ പറയുന്നതെന്നുള്ള കാര്യം നോക്കാമെന്ന്. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഈ വീട്ടിൽ ആര് നിൽക്കണം വേണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്. ഇറങ്ങിപ്പോടി. ഇല്ല ആന്റി ഞാൻ പറയുന്നു ആന്റി കേൾക്കെന്ന് പറയുകയാണേ. എനിക്കൊന്നും കേൾക്കണ്ട, മര്യാദയ്ക്ക് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. ഇല്ല ആന്റി ഞാൻ സുധിയെ വിട്ട് എങ്ങോട്ടും പോവില്ല. സുധി നീ പറയ സുധി, നീയെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്കെന്നൊക്കെ പറഞ്ഞിട്ട് കൈ പിടിക്കുന്നുണ്ട്. പക്ഷെ സുധിയാണെന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് കാലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട്, നീ എന്താടി അവന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്റെ അടുത്ത് പുറത്തു പോകാനല്ലേ ഞാൻ പറഞ്ഞത്. ഇല്ല ആന്റി ഞാൻ പോകില്ല എന്ന് പറയുമ്പോ, നീ പോകില്ലേടി ആന്റി, എന്നെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് അനുവദിക്കുന്നു പറയുമ്പോ, മര്യാദയ്ക്ക് പറഞ്ഞാൽ നീ പോകില്ലേടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഇല്ല ആന്റി ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുമ്പോഴേക്കും, നീ പോകില്ല അല്ലേടി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ മുടിക്ക് അങ്ങ് കയറി പിടിക്കുവാണേ. ചന്ദ്ര അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ, ചന്ദ്രൻ നീ എന്തൊക്കെയായി കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ മിണ്ടണ്ട രവിയേട്ടാ, നീ പോകാൻ വേണ്ടി പറഞ്ഞ പോകില്ല അല്ലേടി, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരാണോടി എന്ന് ചോദിച്ചിട്ട് മുടിക്ക് പിടിച്ചിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് തള്ളുവാണേ. നീ എന്നെ തന്നെ പറ്റിച്ചില്ലേടി കള്ള കഴുതേ. അപ്പോഴേക്കും ചന്ദ്ര എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് രവി. ആരും ഒന്നും പറയണ്ട. പുറത്ത് പോയിട്ടും ശ്രുതിയാണ് കേട്ടോ ശ്രുതി നോക്കുന്നത്. പഴയതുപോലെ തന്നെ ശ്രുതി അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് മുഖം തിരിച്ചിങ്ങനെ നിൽക്കുവാണേ. അതിൽ നിന്ന് തന്നെ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രുതിയും തന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന്. നീ നല്ലവളാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോടി. അമ്മ എന്തൊക്കെയായി കാണിക്കുന്നത്, ശ്രുതി എന്തിനാ പുറത്താക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിനക്കും അവളുടെ കൂടെ പോണോ, മര്യാദയ്ക്ക് ഉള്ളിൽ കയറി പോടി എന്ന് പറയുന്നുണ്ട്. അച്ഛ ഇവർ എന്തൊക്കെയായി കാണിക്കുന്നതെന്ന് നമ്മുടെ സച്ചിയും ചോദിക്കുന്നുണ്ട്. ഗേറ്റിന്റെ പുറത്ത് കൊണ്ടുപോയി തള്ളിയതിനു ശേഷമാണ് കേട്ടോ ചന്ദ്രപതി എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ എന്ത് നോക്കിക്കുക വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് അങ്ങ് പോവാണേ.
എല്ലാവരുമായിട്ട് ഉള്ളിലേക്ക് കയറിയതിന് ശേഷം വീണ്ടും പുറത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഈ ജന്മത്തിൽ നിനക്ക് ഈ വീട്ടിൽ ഇടം ഉണ്ടാവില്ല. ചന്ദ്രൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്ന രവി പറയുന്നുണ്ടെങ്കിലും ആരും ഒന്നും പറയണ്ട. നിനക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, നിന്റെ മേൽക്കൂടെ ഓടുന്നത് രക്തമാണ്, നിനക്ക് ഇത്തിരിയെങ്കിലും മാന്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് പോലും നീ ഇവിടെ നിൽക്കരുത്, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞിട്ടൊക്കെ കഥകം കൂടി അങ്ങ് അടയ്ക്കാനുണ്ട് ചന്ദ്ര. അങ്ങനെ ശ്രുതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ചന്ദ്ര എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞ് ശ്രുതിയെ വീട്ടിലേക്ക് കയറ്റില്ല എന്ന് കൂത്തിരി പിടിച്ച് പുറത്താക്കുകയും ചെയ്തല്ലോ. ഇനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യം കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ്